ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഗായകർക്ക് എല്ലാവർക്കും കുറച്ച് ടെൻഷന്റെ സമയമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, ഇനി ഒരു റൗണ്ട് കൂടെ നമ്മുടെ കള്ളിയാത്ത് കൈരളി TMT പട്ടുറുമാലിൽ ബാക്കിയുള്ളൂ. അത് ഓരോരുത്തരുടെയും വിധി നിർണ്ണയിക്കുന്നതിൽ ഐ തിങ്ക് ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു റിലീഫ് നൽകുന്നതിനായിട്ട് നമുക്ക് ഇപ്പൊ മൈക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരോ അവിടെ റെഡി ആയിട്ടുണ്ടെന്ന്. നമുക്ക് സ്വാഗതം ചെയ്യാം കോട്ടയം നസീർ. മലയാള സിനിമയിലെ താരങ്ങളെ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പല ചാനലിൽ കൂടെ നിങ്ങളത് കണ്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു താരാനുകരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. പ്രണയങ്ങൾ പശ്ചാത്തലമാക്കി ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദുരന്തം പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിച്ച് ജെയിംസ് ക്യാമറൂൺ സംവിധാനം ചെയ്ത് ലോകപ്രശസ്തമായ ഒരു സിനിമയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ ഓരോ സീനും അതിലെ കഥാപാത്രങ്ങളായ ജാക്കിനെയും റോസിനെയും എല്ലാം നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവും. അതിലെ ഓരോ സീനുകളും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. അത്തരത്തിലൊരു സിനിമ മലയാളത്തിലെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി ഒരു 100 കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി വരും. അത്രയ്ക്ക് ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ മലയാളത്തിലേക്ക് ഒന്ന് എടുക്കുകയാണ്. അനശ്വരനായ നമ്മുടെ പ്രേമനായകൻ ശ്രീ പ്രേം നസീറും ജാക്കിനെ അവതരിപ്പിക്കുന്നു. റോസിനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഷീലാമയുമാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ഇന്ന് ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ കപ്പൽ യാത്രയിൽ എന്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ കൂടെ കൂട്ടുകയാണ്. എനിക്കിതിന് നിങ്ങളുടെ ഒരു സഹകരണം വേണം. കാരണം ഇതിലെ ഓരോ ബിറ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു സൈലൻസ് ആവശ്യമാണ്. അത് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് ചിരിക്കുവാനും ഉള്ള ഒരു വകയുണ്ട്. അനുകരണം നമുക്ക് തുടങ്ങാം. ടൈറ്റാനിക്കിന്റെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. 1900-2000 ടൈറ്റാനിക് പുറപ്പെട്ടത്. കൊല്ലവർഷം, അതായത് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയ വർഷം. ജനുവരി മാസം 1-ാം തീയതി കൊച്ചി തുറമുഖത്ത് നിന്നും കപ്പൽ പുറപ്പെട്ടു. Ladies and gentlemen, please listen to me. താമരശ്ശേരി ചരം വഴി പോകുന്ന KL5 3542 ടൈറ്റാനിക് കപ്പൽ ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പെടും. കയറേണ്ടവര് കയറിക്കോളി, ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കോളി. എടാ തോമ, ഇങ്ങനെ ചീട്ട് കളിച്ചോണ്ടിരുന്നാ മതിയോ? കപ്പൽ ഇപ്പൊ വിടും. വാടാ പോകാം. ഒരു കളിയും കൂടെ കളിച്ചിട്ട് പോകാവിടാ. കഴിഞ്ഞ കളിക്കോ ലൈഫ് കിട്ടിയില്ല. ഇങ്ങനെ പോയാൽ ലൈഫ് കിട്ടില്ല. ഉള്ള ലൈഫും കൂടി പോകും. നീ വരുന്നെങ്കി വാ. മറ്റൊരറിയിപ്പൂടുണ്ട്. ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന നായിഞ്ച മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. എടാ കപ്പൽ ഇപ്പൊ വിടുവടാ. ഇവിടുന്ന് വിട്ടാല് എമ്മാതിരി പോക്കായിരിക്കും. പിന്നെ ദുനിയാവിന്റെ അങ്ങേയറ്റത്തെ നിർത്തൂ. വണ്ടി വിട്. ഡിങ് പാമ്പാം. അയ്യോ, കപ്പൽ വിട്ടു. ആ കപ്പൽ വിടല്ലേ. ആൾ കയറാനുണ്ട്. ആ കപ്പൽ വിടല്ലേ. ഈടാ കപ്പൽ വിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നോക്കിയിരിക്കാതെ ഡൈവ് ചെയ്യടാ. ഇനി അതേ ഉള്ളു മാർഗം. ഡൈവ് ചെയ്യാം. അങ്ങനെ ഒറ്റച്ചാട്ടത്തിന് നമ്മൾ കപ്പലിന്റെ മുകളിലെത്തി. ഓ, ആരാണാവില്ലൊക്കെ ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? ഈ കപ്പലിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഈ മുറിയിൽ ആരും കയറാൻ പാടില്ല. പിന്നെ നീ എങ്ങനെയാ പട്ടി കഴിഞ്ഞാൽ കയറിയത്? ഓ, ഇങ്ങോട്ടുള്ള ചോദ്യമൊന്നും വേണ്ട. പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നിങ്ങൾ എന്നോട് തർക്കിച്ചോണ്ട് നിൽക്കാതെ ലോഞ്ചിലേക്ക് ചെല്ലൂ. കപ്പിത്താൻ ഇപ്പൊ എത്തും. ഹലോ, പേഴ്സണലായിട്ട് പറയുക. ആദ്യം ഞാൻ എന്നെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഉണ്ണിത്താൻ. ഞാനാണ് ഈ കപ്പലിലെ കപ്പിത്താൻ. ഈ കപ്പൽ ഓടിക്കുന്നത് ഞാൻ തന്നെത്താൻ. എനിക്കൊരേ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും എന്റെ വീടെത്താൻ. ഈ കപ്പലിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും സാധിച്ചു തരുന്നതാണ്. കഞ്ഞിക്കും കപ്പയ്ക്കുമുള്ള കൂപ്പൺ റെഡിയായി കഴിഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഞ്ഞിയും കപ്പയും റെഡിയായിട്ടില്ല. എന്തായാലും ഈ യാത്ര നിങ്ങൾ മറക്കില്ല. വിഷ് ഹാപ്പി ജേർണി. എടാ തോമ, ഇങ്ങനെ മലർന്നു കിട നക്ഷത്രം എണ്ണാൻ എന്ത് രസമാണല്ലേ. ശരിയാ, പണ്ട് പോലീസുകാർ ലോക്കപ്പിൽ കയറ്റി കുനിച്ചെടുത്ത് കൂമ്പിലിടിച്ചപ്പോഴാണ് ഇതുപോലെ നക്ഷത്രം ഉണ്ണിയത്. എടാ, ഒരു പെൺകുട്ടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. വാടാ, എങ്കിൽ പോയി വേഗം രക്ഷപ്പെടുത്തുക. ചാടരുതെന്നാണ് പറഞ്ഞത്. കടലിൽ മുഴുവൻ വെള്ളമാണ്. ചാടരുത്. ഇവിടെ വരാൻ. അയ്യോ, ആരാണ് ഈ വേലി ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്? ഒരുപാട് വേലി ചാടിയിട്ടുള്ളവളായി ഞാൻ. എന്നാലും ഇങ്ങനെയൊരു വേലി ഇതാദ്യമായിട്ടാ.
അയ്യോ എനിക്ക് മരിച്ചാൽ മതി. എന്തിനാണ് കുട്ടി മരിക്കുന്നത്? ആരാണ് കുട്ടി? കോടീശ്വരനായ അവരാച്ചൻ മുതലാളിയുടെ ഒരേ ഒരു മകളാ ഞാൻ. എനിക്കിഷ്ടമില്ലാത്ത ആന്റപ്പനുമായിട്ട് അപ്പച്ചൻ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നെ രക്ഷപ്പെടുത്തൂ. കുട്ടിയെ ഞാൻ രക്ഷിക്കാം. ഇതുപോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 10 മാസം കഴിഞ്ഞ് അബദ്ധവശാൽ ഒരു കുഞ്ഞുണ്ടായി പോയാൽ അതെന്റെ കുറ്റമല്ല. എന്താണ് കുട്ടിയുടെ പേര്? അപ്പച്ചൻ പള്ളിയിലിട്ട പേര് റോസമ്മയെന്ന. എല്ലാവരും റോസെന്ന് വിളിക്കും. റോസമ്മ, റോസ് നല്ല പേര്. എന്റെ പേര് ചാക്കപ്പൻ. സ്നേഹമുള്ളവരെന്നെ ചാക്കോ എന്ന് വിളിക്കും. ഞാനങ്ങേ ചാക്കന്നേ വിളിക്കൂ. റോസമ്മ ചാക്കോ, ചാക്കമ്മ റോസോ. ഐ ലവ് യു റോസ്. ഐ ലവ് യു ചാക്ക്. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ റോസമ്മ എന്ന് പറയുന്ന റോസിനെ ഈ ചാക്കപ്പൻ എന്ന് പറയുന്ന ചാക്ക് കല്യാണം കഴിച്ചിരിക്കും. ഇത് സത്യം. അസത്യം ബാലചന്ദ്രമേനോന്റെ അമ്മയാണ് സത്യം. എടി റോസമ്മേ. അയ്യോ ആന്റപ്പൻ ചേട്ടൻ. എടി റോസമ്മേ, ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ ഈ ആന്റപ്പനൊരു വികാരി അച്ഛനല്ല, വികാര ജീവിയാണ്. വാടി ഇവിടെ. എടാ മര്യാദയ്ക്ക് എന്റെ റോസമ്മയെ ഇവിടുന്നാണ് നല്ലത്, അല്ലെങ്കിൽ അടിച്ചു നിന്നെ ഞാൻ. അയ്യോ വേണ്ട ജാ, വെറുതെ ആന്റപ്പന്റെ കൈ കൊണ്ട് മരിക്കണ്ട. ഇന്ന് രാത്രി ഞാൻ ആന്റപ്പന്റെ കൂടെ പോകാം. നാളെ ഞാൻ ജാക്കിന്റെ കൂടെയും വരാം. കൊണ്ടുപോയിക്കോടാ, കൊണ്ടുപോയിക്കോ. ഞങ്ങൾ ആണുങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. വാടാ, ആ കപ്പിത്താൻ വിളിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കുടിച്ചു കൂത്താടാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, മറ്റൊരറിയിപ്പും കൂടിയുണ്ട്. നമ്മുടെ കപ്പൽ ഇപ്പോൾ ഓവർ സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ VIP റൂമിലിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദയവേത് നിങ്ങൾ രാഷ്ട്രീയം പറയരുത്. കപ്പിത്താൻ ഇനി വരൂ. കപ്പൽ പോകുമ്പോൾ ആളൊഴിഞ്ഞ ഏതെങ്കിലും ദ്വീപ് കാണുകയാണെങ്കിൽ അവിടെ ഒന്ന് ഒരുക്കി നിർത്തിയേക്കണം. എന്റെ മകനെ ഒന്ന് ഇറക്കി വിടാനാണ്. ഞാൻ അവനെ എവിടെ ഇറക്കി വിട്ടാലും വീണ്ടും അവൻ കറങ്ങിത്തിരിഞ്ഞ് എന്റെ കൂടെ തന്നെ വരും. ദ്വീപാവുമ്പോൾ അങ്ങനെ അവൻ പെട്ടെന്ന് മടങ്ങി വരില്ല. മാത്രമല്ല എല്ലാം പഠിപ്പിച്ച കൂട്ടത്തിൽ നീന്തൽ മാത്രം ഞാൻ അവനെ പഠിപ്പിച്ചില്ല. പ്രായം കുറെ ആയല്ലോ, പോയി കിടന്നുറങ്ങ്, നേരം വെളുത്തിട്ട് കാണാം. റോസ്, എന്തെങ്കിലുമൊക്കെ പറയൂ. ജാക്ക്, ഈ കടലിന് എന്ത് രസമാണ്. കടലിന് ഉപ്പ് രസമാണ്. അയ്യോ അതല്ല, ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്ന്. ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ പോയി തുപ്പിക്കളിക്കാം. ആദ്യം ഞാൻ തുപ്പാം. അയ്യോ അങ്ങ് തുപ്പിയത് എന്റെ മുഖത്താണ്. നിന്റെ മുഖത്ത് നോക്കിയാൽ കടലിൽ തുപ്പാനേ തോന്നില്ല. ഇനി നീ തുപ്പോ. കാക്കത്തൂരിനെ തോന്നുന്നത് മാനേഴ്സ് ഇല്ലാത്ത വർഗം. ഇതിനൊക്കെ വല്ല അണ്ടറിട്ട് നടന്നുകൂടെ? കാശില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവരുടെ മേടിച്ചു തരാം. ഇതേപോലെ കപ്പലിന്റെ മോളിൽ കയറി എനിക്കും ചെയ്യാൻ അറിയാൻ പാടില്ല. എന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. പോട്ടെ. റോസ്, നീ തുപ്പിയത് ആരുടെയോ തലയിലാണ് വീണത്. വരൂ, നമുക്ക് ആ വേലിയിൽ പോയി കൈകൾ വിരിച്ച് കാറ്റ് കൊള്ളാം. രണ്ടിനും കാറ്റ് കൊള്ളാൻ കണ്ട സ്ഥലം. കടലിൽ പോയാൽ രണ്ടിന്റെ കാറ്റ് പോകും. എന്തായാലും കപ്പിത്താനില്ല സ്ഥിതിക്ക് ഒളിച്ചിരുന്ന് ഇവരുടെ പ്രേമസല്ലാപം ഒന്ന് കാണാം. റോസ്, എത്ര മനോഹരമായിരിക്കുന്നു. മുകളിൽ ആകാശവും താഴെക്കടലും, പിന്നെ നീയും ഞാനും മാത്രം. ആന്റപ്പൻ ചേട്ടൻ എങ്ങാനും കണ്ടാൽ ആകാശവും കടലും മാത്രമേ കാണൂ, നമ്മൾ രണ്ടും കാണില്ല. എന്നാൽ നമുക്ക് ആ മൂട്ടക്കാരിൽ കയറി ഒളിച്ചിരിക്കാം. ഇവിടെ നിന്ന് രണ്ടും എന്തിയെ? ഇനി കടലിൽ പോയി കാറ്റ് പോയോ? ആ മൂട്ടക്കാർ കിടന്ന് അടങ്ങുന്നുണ്ട്. അതിന്റെ അകത്തുണ്ട്. എൻജോയ് ചെയ്യേ, എൻജോയ് ചെയ്യേ. എന്റെ കർത്താവ്, എന്തൊരു തണുപ്പ്. 2 ഐസ് പീസ് കിട്ടിയിരുന്നെങ്കിൽ ഈ സ്മോളിനകത്തിട്ടങ്ങ് വലിച്ചു കുടിക്കാമായിരുന്നു. എന്റെ കർത്താവേ, എന്തായി കാണുന്നത്? ഞാൻ 2 ഐസ് പീസ് ചോദിച്ചപ്പോ നീ ഐസിന്റെ ഒരു മലയാണല്ലോ എനിക്ക് തന്നത്. ഇതെങ്ങനെ ഞാൻ ഈ ഗ്ലാസിന്റെ അകത്തിട്ട് കുടിക്കും? എടോ സ്രാങ്കേ, എന്താണോ ഒരു ശബ്ദം കേട്ടത്? സാർ, കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു. എന്നാ പിന്നെ തനിക്ക് വളയ്ക്കാമായിരുന്നില്ലേടോ? ഒരുത്തിയെ വളയ്ക്കുന്നത് നോക്കി നിന്നപ്പോ കപ്പൽ വളയ്ക്കാൻ ഞാൻ മറന്നുപോയി. എവിടെയാണോ കപ്പലിന്റെ സ്കെച്ചും പ്ലാനും? അസ്സലാമലൈക്കും സാർ, ഇതാണ് കപ്പലിന്റെ സ്കെച്ചും പ്ലാനും. നമ്മുടെ നാണുവാശാരിയാണ് കപ്പൽ ഉണ്ടാക്കിയത്. ഏറ്റവും മുകൾത്തട്ടും ഈട്ടി, പിന്നെ തേക്ക്, ആഞ്ഞില്, പ്ലാവ്, മാവ്, എന്തിന് ആ നായിഞ്ച മോൻ കപ്പേന്റെ തണ്ട് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തം 7 തട്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, ഒറ്റ തട്ടിന് തവിടുപൊടിയായി. എന്താണ് ഒരു ശബ്ദം കേട്ടത്? വന്നപ്പോ നല്ല ഉയരമുള്ള കപ്പലായിരുന്നു. ഇതെന്താ പൊക്കം കുറഞ്ഞു തുടങ്ങിയോ? സാർ, കപ്പൽ മഞ്ഞുമല്ലിടിച്ച് 2 തട്ട് വെള്ളത്തിനടിയിലാണ്. അപ്പൊ മുകളിലേക്ക് പോകാൻ എന്താണ് ഒരു മാർഗം?
മുകളിലേക്ക് പോകാനുള്ള മാർഗം ഒത്തു വന്നിട്ടുണ്ട്. ഞമ്മക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മുകളിലേക്ക് പോകാൻ പറ്റും. പിന്നെ എല്ലാവരുടെ ഒരു അറിയിപ്പുണ്ട്, മഹസാറ് കപ്പലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗമാണ് ആദ്യം മുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പുറത്തോട്ട് വരി. നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? ബാക്കോട്ട് വരാൻ. കുറച്ചോനെ ഫ്രണ്ടിൽ നിന്ന് മഹസാറിനെ കാണുന്നില്ലല്ലോ. എടാ, എന്നെ പറ്റിക്കാമെന്ന് എഴുതിയല്ലേ? അവിടെ ആദ്യം മുങ്ങുമെന്ന് അറിയാവുന്നതാ ഞാൻ ഓടി ഇവിടെ വന്നിരിക്കുന്നത്. പടച്ചവനെ, കപ്പലിന്റെ വാക്കുവശം മുങ്ങി. റോസ്, ഇനി വരൂ. എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചോളൂ. പിടിവിടരുത്. ഇല്ല, ഞാൻ അങ്ങയും കൊണ്ടേ പോകൂ. ഇനി രക്ഷയില്ല. കപ്പൽ മുങ്ങിത്തുടങ്ങി. വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കുള്ളൂ. റോസ്, ഇനി നീന്തി വരൂ. ഈ പലകയിൽ പിടിച്ചു കിടന്നോളൂ. ചാക്ക്, നമ്മൾ മരിച്ചു പോകുമോ? ഒരിക്കലുമില്ല. ഞാൻ മരിച്ചു പോയാൽ നീ എന്തു ചെയ്യും റോസ്? അയ്യോ, അങ്ങ് മരിച്ചു പോയാൽ ഈ ജീവിതത്തിൽ ഇനി 1 വർഷം കഴിഞ്ഞേ ഞാൻ വേറൊരു കല്യാണം കഴിക്കൂ. നീ എത്ര നല്ലവളാണ് റോസ്. എനിക്ക് വല്ലാതെ തണുക്കുന്നു റോസ്. എനിക്കും റോസ്. ഐ ലവ് യു റോസ്. ചാക്ക്, ചാക്ക്, കം ബാക്ക്, കം ബാക്ക്, ചാക്ക്, കം ബാക്ക്. ഈ നേരത്താണോ നീ തമ്പാക്ക് ചോദിക്കുന്നത്? ചാക്ക്, 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 കം ബാക്ക്, ചാക്ക്, ചാക്ക്. എന്റെ ചാക്കിന്റെ ശരീരം മരവിച്ചിരിക്കുന്നു. എല്ലാരും മരിച്ചിട്ടാണ് മരവിക്കുന്നത്. എന്റെ ചാക്ക് മരവിച്ച് മരിച്ചു. ചാക്ക്, ചാക്ക്, കം ബാക്ക്, കം ബാക്ക്, ചാക്ക്, കം ബാക്ക്. എനിബഡി ഹിയർ? മരിച്ചവർക്ക് ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. എനിബഡി ഹിയർ? മരിച്ചവർക്ക് ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. ഏടാ, ഒരുത്തി വിസിലെടുത്ത് ഊതി കളിക്കുന്നു. ആ പഞ്ചി അങ്ങോട്ട് അടുപ്പില്ല. കയറി വച്ചേ, നല്ല കാനം. അങ്ങനെ ഒരു ബലൂൺ കച്ചവടക്കാരന്റെ പോക്കറ്റിൽ കിടന്ന് വിസിലെടുത്ത് ഊതി ഞാൻ രക്ഷപ്പെട്ടു. ആ കപ്പൽ യാത്ര കൊണ്ട് എനിക്ക് 2 ഗുണമുണ്ടായി. നല്ലൊരുത്തനെ കല്യാണം കഴിക്കാനും പറ്റി, ജാക്കിന്റെ കൊച്ചിനെ പ്രസവിക്കാനും പറ്റി. ടൈറ്റാനിക്കിന് നന്ദി.